ഈ തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്ന യൂട്യൂബ് നിങ്ങൾ അറിയുമെന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഈ തുപ്പൽ പൊട്ടാസ്. ഒരു പയ്യനാണ് ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത്. അവർ ഇതുവരെയായിട്ടും അവരുടെ സ്വന്തം പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. സോ അവരെ നമ്മൾ തുപ്പൽ പൊട്ടാസ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അപ്പൊ ഈ തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്നത് ഈ പയ്യൻ ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ പയ്യന്റെ കൂടെ ഒരു ചേച്ചിയാണെന്നും പറഞ്ഞൊരു പെണ്ണ് അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും റീൽസിലും കാര്യങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചേച്ചി അനിയനും കൂടെ ഒരുപാട് ഹിറ്റ് വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തുപ്പൽ പൊട്ടാസ് ഈ ഗോപികയും കൂടെ ആയിരുന്നു കുറെ റീലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ഫേമസ് ആയിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഈ ഗോപിക എന്ന് പറയുന്ന പെണ്ണിനെ കാണാനില്ല. കുറെ വീഡിയോസിലൊന്നും കാണാനില്ല. അങ്ങനെ സ്വാഭാവികമായിട്ടും ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ആളുകളുടെ ഈ ചോദ്യങ്ങൾക്ക് പുറകെ തുപ്പൽ പൊട്ടാസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ആളെന്തിയെ, ചേച്ചി എവിടെ, കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കമന്റ് വന്നു. അത് സഹിക്കവയ്യാതെയാണ് പുള്ളിക്കാരനൊരു വീഡിയോ ചെയ്തത്. ശരിക്കും ഗോപിക ആരാണെന്ന് തുപ്പൽ പൊട്ടാസ് റിവീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. സോ ഇപ്പൊ ചാനലിൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കമന്റ് ആണ്, ചേച്ചി എവിടെ, ഗോപിക എവിടെ, മാളു എവിടെ, മാളു ഇനി വീഡിയോസിൽ ഉണ്ടാവൂലേ. സ്വാഭാവികമായും ഇത്രയും നാളും എൻ്റെ ഒപ്പം വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അല്ലെങ്കിൽ കാണാതെ ഇരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും. അതിനു മുന്നേ ഈ ചേച്ചിയനിയൻ ബന്ധം ശരിക്കും എന്താണെന്നാണ് തുടക്കത്തിലേ തൊട്ട് വന്ന ചോദ്യം. അത് ഞാൻ ആക്ച്വലി റിവീൽ ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മൈൻഡിലൊരു തോട്ട് ഉണ്ടായിരുന്നു, ഇത് ഈ വഴിക്കായിരിക്കും പോകുന്നതെന്ന്. പക്ഷേ അത് ഒരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോൾ ആ വഴിക്കല്ല പോയത്. കുറെ ആളുകൾക്കുള്ളൊരു ഇതാണ്, ലൈക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞാനും ഗോപികയും തമ്മിലുള്ള ശരിക്കുള്ള ബന്ധം എന്നാണ്. ഞങ്ങൾ ഒബ്വിയസ്ലി ബ്ലഡ് റിലേഷനുള്ള ആൾക്കാരല്ല. പുള്ളിക്കാരി എൻ്റെ സ്വന്തം ചേച്ചിയല്ല, പുള്ളിക്കാരി എൻ്റെ കസിൻ സിസ്റ്റർ അല്ല. ഞാൻ ഗോപികനായിട്ട് കണക്റ്റഡ് ആവുന്നത്, ഞാൻ ഗോപികനെ പരിചയപ്പെടുന്നത് ലിയോ വഴിയാണ്. ആക്ച്വലി ഇപ്പം പുള്ളിക്കാരി എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന പുള്ളിക്കാരൻ അതാണ് ലിയോ. ഓൾറെഡി എൻ്റെ ഒപ്പം നേരത്തെ തൊട്ട് വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓക്കെ. അപ്പൊ അതിലൊരു ക്ലാരിറ്റി കിട്ടിയല്ലോ. അപ്പൊ ഗോപികയും തുപ്പൽ പൊട്ടാസും തമ്മിൽ ഒറിജിനൽ ചേച്ചി ബ്ലഡ് റിലേഷൻ അല്ല, കസിൻസ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് ആര് വഴിയാണെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഇപ്പൊ ഒരു വ്യക്തത വന്നെന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ തുപ്പൽ പൊട്ടാസിന്റെ വീഡിയോ ശ്രദ്ധേയമാവുന്നത് ഇൻസ്റ്റാഗ്രാം റീല് വഴിയും യൂട്യൂബ് ഷോർട്സ് വഴിയും ഒക്കെയാണ് ഇവരെ അറിയപ്പെടാൻ തുടങ്ങിയത്. ഫണ്ണായിട്ടുള്ള കണ്ടന്റുകളായിരുന്നു കൂടുതൽ ചെയ്ത. ആദ്യമൊക്കെ ഇവർ ഒറ്റയ്ക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ സ്കിറ്റുകളും പാരഡി പാട്ടുകളൊക്കെ ആയിരുന്നു ആ സമയത്ത് കണ്ടന്റുകൾ. പിന്നെ ആ ഒറ്റയ്ക്കുള്ള പരിപാടി നിർത്തി ആരെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ടുള്ള റീൽസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇവര് ആരെങ്കിലും ഒക്കെ മതി, ഈ ഇങ്ങനെയുള്ള റീൽസിലും താല്പര്യമുള്ള, ഈ സ്കിറ്റിലൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ മതി. അങ്ങനെയാണ് കുറെ അഞ്ജന, പിന്നെ ലിയോ, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരുത്തരെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ തരക്കേടില്ലാതെ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ ഗോപിക എന്ന് പറയുന്ന ആള് വന്നത്. ഇവരുടെ മുൻപ് ഇവരുടെ കൂടെ വീഡിയോ ചെയ്ത ഈ ലിയോ എന്ന് പറയുന്ന ആ ചെറുക്കൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് ഈ ഗോപിക എന്ന് പറയുന്നത്. ലിയോ തന്നെയാണ് തുപ്പൽ പൊട്ടാസിന് ഗോപികയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാരും കൂടിയാണ് ഈ തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ ഇത്രത്തോളം വളർത്തിക്കൊണ്ട് വന്നത്. പിന്നെ ഈ തുപ്പൽ പൊട്ടാസും ഗോപികയും ചേച്ചിയും അനിയനും എന്ന തരത്തിലായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ ഒരുമിച്ചുള്ള വീഡിയോസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കത്തിക്കേറി. ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഹായ് ഗായ്സ്, ഗെറ്റ് റെഡി വിത്ത് us for doing a Valentine's Day reel. ചേച്ചിയുടെ കണ്ണെഴുത്ത് തീരാൻ ഇത്തിരി സമയം എടുക്കുന്ന സമയം കൊണ്ട് വരൂ ഗൈസ്, നമുക്ക് എന്റെ മുണ്ട് മാറ്റി കൊറിയൻ പാൻറ് ഇട്ട് വരാം. ഞാൻ പാന്റ് തപ്പി നടക്കുന്ന സമയം കൊണ്ട് ചേച്ചിയുടെ പൊട്ട് മാറ്റി കവിൾ തടം ചൊകചകാന്നിരിക്കാൻ ചേച്ചി കുറച്ച് ബ്ലഷ് ഇട്ടു. ചേച്ചിയുടെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കുക്കുരുക്കെന്ന് പറഞ്ഞ് ഞാൻ കൊന്തി വരികയാണ് ഗൈസ്. നിങ്ങളും പാൻസ് ഇടുമ്പോൾ കൊന്താറുണ്ടോ ഗൈസ്? ഷോഫ് മതി വാങ്ങട്. അറിയില്ലെങ്കിലും ഞാൻ ചേച്ചിയുടെ മുടി ഒന്ന് സ്ട്രീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഗൈസ്. നടന്നില്ല. ജീവിതം പോലെ അതും മൂഞ്ചി. പിന്നെ തിരുവനന്തപുരത്ത് 2 തെറിയും വിളിച്ച് ചേച്ചി എന്നെ അങ്ങോട്ട് മുടി സ്ട്രൈറ്റ് ചെയ്തു. ഞാൻ കണ്ണാടി പിടിച്ചെടുത്തു. ക്യാമറ മുന്നിൽ എന്തോ ഗോഷ്ടി കാണിച്ചുകൊണ്ട് ചേച്ചി മേലോട്ട് കയറിപ്പോയി ഗൈസ്. ഉടുപ്പ് മാറാൻ പോയതായിരിക്കണം പാവം. ഇനിയിപ്പം വരുവാൻ തരാം. ആ സമയം കൊണ്ട് ഞാൻ എന്റെ ഷർട്ട് മാറ്റിട്ട് കൈ മടക്കിട്ട് ചന്ദനം തൂത്തമ്മ, ഹെയർ സ്പ്രേ അടിച്ചിട്ട് മുടി സെറ്റാക്കിയമ്മ, ലിപ്സ്റ്റിക് ഇട്ടിട്ട് ബ്രേസ്ലെറ്റ് ഇട്ടിട്ട് മോതിരം മാറ്റിയമ്മ, പിന്നെ മാല ഇട്ടിട്ട് സുന്ദരനായമ്മ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹിയർ ഷീ ഈസ്. അപ്പൊ നമ്മുടെ ഷോർട്സ് അടിയിൽ കൊടുത്തിട്ടുണ്ട്, വാച്ച് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ. കണ്ടല്ലോ, ഗോപികയും ഇവനും കൂടെ ഇതേപോലുള്ള വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതുപോലെ ഗെറ്റ് റെഡി വിത്ത് us എന്ന് പറഞ്ഞിട്ട് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ഇതുപോലുള്ള വീഡിയോസ് ആണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ ആൾക്കാർ ഇതൊക്കെ വിചാരിച്ചിരുന്നത് ഇവർ ശരിക്കും ചേച്ചിയും അനിയനും ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ചേച്ചിയും അനിയനുമുള്ള ഈ ബോണ്ട്
വലിയ രീതിയിൽ വൈറലായി. ഞാൻ നേരത്തെ കണ്ട ആ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ 1 കോടിയോളം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. ചാനൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോപിക അവിടെ നിന്നും അപ്രത്യക്ഷമായത്. പറഞ്ഞ ഇവര് ഒറിജിനൽ ചേച്ചിയും അനിയനും ആണെന്നും പറഞ്ഞ് സബ്സ്ക്രൈബർ നല്ല രീതിയിൽ കൂടാൻ തുടങ്ങി. ചേച്ചി എവിടെ, ഗോപിക എവിടെ എന്നൊക്കെ നിരന്തരം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. തുപ്പൽ പൊട്ടാസിന്റെ ഈ ചാനൽ എന്ന് പറയുന്നത് ഒരു ഫാമിലി ബ്ലോഗ് ആയിട്ടാണ് എല്ലാവരും കണ്ടതെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. തുപ്പൽ പൊട്ടാസിന് മനസ്സിലായി ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമെല്ലാം റിവീൽ ചെയ്തേക്കാവുന്നത്. അങ്ങനെയാണ് നേരത്തെ കണ്ട വീഡിയോ ആയിട്ട് തുപ്പൽ പൊട്ടാസ് വന്നത്. പിന്നെ അതിന്റെ ബാക്കിയും കൂടി ഉണ്ട്, അതൊന്നും കണ്ടോ. അത് മുന്നേ ഈ ചേച്ചി അനിയൻ സംഭവം അല്ലാതെ വേറെ കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തോ ലവേഴ്സിന്റെ അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ക്ലിക്കായില്ല. ക്ലിക്കായത് ആക്ച്വലി ഞാൻ ഈ പുള്ളിക്കാരനെ ചേച്ചിന്ന് വിളിച്ച് എന്റെ ഗെറ്റ് റെഡി വീഡിയോസ് ആണ് ഹൈപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ ആ വീഡിയോസിൽ ഞാൻ ചേച്ചി ഒരുങ്ങി, ചേച്ചി അത് ചെയ്യുന്നു, ചേച്ചി ഇത് ചെയ്യുന്നു എന്ന് നമ്മൾ ഒബിയസ്ലി ഒരാൾക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ചെയ്തതാണ്. അപ്പോഴൊന്നും ഞാൻ അത്ര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആസ് എ പേഴ്സൺ കണക്റ്റഡ് ആയി, പക്ഷേ ഇമോഷണലി അല്ലെങ്കിൽ മെന്റലി ഞാൻ കണക്റ്റഡ് ആയിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്റെ വീഡിയോസ് മോസ്റ്റ്ലി ഒക്കെ സ്ക്രിപ്റ്റഡ് ആണ്. അതിലെല്ലാം ഒന്നും ലൈവായിട്ടും എന്റെ പേഴ്സണൽ ലൈഫ് ഒത്തിരി എക്സ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. സെയർ ആയിട്ട് നമ്മൾ കുറെ പാർട്ണർ വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കാരണം പെട്ടെന്ന് ഒരാളിലേക്ക് ചാടി കഴിയുമ്പോഴത്തേനും ആൾക്കാർക്ക് ഉണ്ടാവുന്ന ചോദ്യങ്ങൾ കുറക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പുള്ളിക്കാരിനെ ചേച്ചിന്ന് വിളിച്ചു തുടങ്ങിയതും വീഡിയോസിൽ അങ്ങനെ ആക്കിയതും. അപ്പൊ യൂട്യൂബിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലി ഓഡിയൻസ്, അതായത് ഇപ്പം ചേട്ടൻ അനിയത്തി, ചേച്ചി ചേട്ടൻ അങ്ങനത്തെ സംഭവം, പിന്നെ ഒരു കുടുംബകാര്യങ്ങൾ, ബാക്കിയുള്ളവരുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കുന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ടോ യൂട്യൂബിൽ നന്നായിട്ട് ഓടും. അപ്പൊ ഈ തങ്കച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു കോംബോ ഒക്കെ എന്ന് പറഞ്ഞാൽ പണ്ടേ വൈറലാണ്. അതുകൊണ്ടാണല്ലോ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ഇങ്ങനെ പന പോലെ വളരുന്നത്. കാരണം ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗ്സ് ആണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഇത്രയും നാളും വലിയ റീച്ച് ഒന്നും ഇല്ലായിരുന്ന ഈ ചാനല് ഈ ചേച്ചിയും അനിയനെയും കണ്ടപ്പോഴാണ് കത്തിക്കേറാൻ തുടങ്ങിയത്. ചേച്ചിയും അനിയനും വന്ന് ഫാമിലി വ്ളോഗ് ആണെന്ന് വിചാരിച്ച് അങ്ങ് കത്തിക്കേറാൻ തുടങ്ങി. അത് കണ്ട തുപ്പൽ പൊട്ടാസ് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ റീച്ച് ഉണ്ടാവും എന്ന് വിചാരിച്ച് അതുപോലെ തന്നെ നല്ല രീതിയിൽ ചേച്ചിയും അനിയനും കോംബോ കളിക്കാൻ തുടങ്ങി. ബാക്കി എന്തായാലും കണ്ടുനോക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയും നാളും ഈ സോഷ്യൽ മീഡിയ നിന്നുകൊണ്ട് നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു, അതായത് ഈ കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിനെ. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാനിപ്പോഴാണ് റിയലൈസ് ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ആൾക്കാർ ചോദിക്കുന്നതിൽ നിന്നും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയി കഴിഞ്ഞപ്പം എനിക്ക് കിട്ടാതെ പോയ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണാൻ തുടങ്ങി. ഒരു രക്തബന്ധവും ഒരു ബന്ധമില്ലാത്ത ഒരാളെ ചേച്ചിന്ന് വിളിച്ച് അത്രയും പാമ്പർ ചെയ്ത് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ സ്വയം ഞാൻ എവിടെയൊക്കെ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് സംഭവം. ഐ എം സോറി ടു സേ ദിസ്. ആക്ച്വലി ഇത് പുള്ളിക്കാരുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ വന്ന് റിവീൽ ചെയ്യാം, പുള്ളിക്കാരുടെ ലൈക്ക് ഭാവി വരനെയും കൂടി കൂട്ടി റിവീൽ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്കിത് പറയാൻ പറ്റിയില്ല. അത് പോട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ആൾക്കാരുടെ കൂടെ കൂടി ഹേർട്ടായിരുന്നെന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കും. എന്നിട്ട് ഞാനിങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ ആൾക്കാർ ഇരുന്ന വെട്ടും മുറിയൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന് എവിടെയെങ്കിലും മൂലക്കൊക്കെ ഇരുന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ ഒരു ഹോബി. സോ എനിക്ക് അതിങ്ങനെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിരിച്ചത് ക്ഷമിക്കണം. ഓക്കെ, കമ്മിങ് ബാക്ക് ടു റിയാലിറ്റി. ഓക്കെ, അപ്പൊ കാര്യം സംഭവം പിടികിട്ടിയോ? നമ്മുടെ ഗോപികയും പൊട്ടാസും തമ്മിൽ അടിച്ചു പിരിഞ്ഞു. നേരിട്ടൊന്നും നല്ല രീതിയിൽ പറയുന്നില്ലെങ്കിലും സംഭവം പൊട്ടാസിന് നല്ല രീതിയിൽ ഹേർട്ട് ആയിട്ടുണ്ട്. ആ ചിരി കണ്ടാൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ചിരി കണ്ടാൽ അറിയാം അത് ശരിക്കുള്ള ചിരിയല്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ സങ്കടത്തിൽ നിന്നും കഠിനമായിട്ട് ഉത്ഭവിച്ച ഒരു വേറെ തരത്തിലുള്ള ചിരിയാണത്. ബാക്കി കണ്ടുനോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളിങ്ങനെ ആൾക്കാർ നിങ്ങൾക്ക് അതല്ലേ ശരിക്കും വേണ്ടത്. ഈ കാണുന്ന ഓഡിയൻസിന് വേണ്ടത് എന്താണെന്ന് അറിയണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ച് പടക്കമൊക്കെ മേടിച്ച് അങ്ങ് ആഘോഷിക്കും. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ആൾക്കാർ തമ്മിൽ പൊട്ടിപ്പാടി സാപ്പം നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യും. നിങ്ങൾ കൊണ്ടാടും. നിങ്ങൾ കേരളം ഇട്ട് കത്തിക്കും അങ്ങോട്ട്. നിങ്ങൾ എവിടെയെങ്കിലും കിട്ടണ്ട ഒരു ജീവിതം ഇങ്ങനെ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരാള് സ്വന്തം ലൈഫ് ഇങ്ങനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിവീൽ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ കിണിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, എവിടെയും കണ്ടിട്ടില്ല. സംഭവം എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് നന്നായിട്ട് മനസ്സിലായി. അതിന് നിന്റെ സബ്സ്ക്രൈബേഴ്സിനോട് നീ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ പറയുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തുപ്പൽ പൊട്ടാസും ഗോപികയും അടിച്ചു പിരിയുന്നത് കണ്ട് എല്ലാവരും സന്തോഷിക്കാനാണ്. ഇവൻ ഉദ്ദേശിക്കുന്നത് ഗോപികയും തുപ്പൽ പൊട്ടാസും തമ്മിൽ അടിച്ചു പിരിയുന്നത് കാണാനാണ് സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. ആൾക്കാർ ഈ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ചേച്ചിയും ബ്രദറും സിസ്റ്ററും തമ്മിൽ കളിച്ചോണ്ടിരുന്ന സമയത്ത് ആ ഒരു രീതിയിലാണ് എല്ലാവരും കണ്ടത്. പെട്ടെന്ന് ഗോപികയെ കാണാതിരുന്നപ്പോ എല്ലാവരും ചോദിച്ചു, സിസ്റ്റർ എന്തിയെ, ചേച്ചി എന്തിയെന്ന് ചോദിച്ചു. സ്വാഭാവികമാണ്. എന്തായാലും നിങ്ങൾക്കിടയിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ തന്നെ എല്ലാം അവസാനിപ്പിച്ചത് വളരെ നന്നായി. അല്ലാതെ ചിലരെ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് കാണിച്ചിട്ട് വെറുതെ ഇങ്ങനെ തന്നെ തീർത്തത് എന്തായാലും വളരെ നന്നായി. ഇവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പൊട്ടാസ് പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കണ്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കുക,
ഇതിപ്പോ എന്താ പറഞ്ഞേ എല്ലാം പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല അതാണ് സംഭവം. പക്ഷെ അതൊരു നല്ല ഹൈഡിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും തമ്മിലുള്ള കാരണം എനിക്ക് ആരെയും കരിവാരി തേക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതും പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുക, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് വളരെ നല്ല തീരുമാനമാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതിനേക്കാളും നല്ലതല്ലേ ഇത്? കാര്യം പറഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പിരിഞ്ഞത്, എന്തിനാണ് നിങ്ങൾ തല്ലി പിരിഞ്ഞത് എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് നിങ്ങൾ അത് അവോയ്ഡ് ചെയ്ത് വിട്ടേച്ചാൽ മതി. കാര്യങ്ങളൊന്നും വ്യക്തമാക്കാൻ നിൽക്കേണ്ട, അതങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുക. നല്ല കണ്ടന്റുകൾ ചെയ്താൽ ഇനിയും റീച്ച് കിട്ടും. സോ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതിന്റെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.